ശ്രീജിത്ത് പണിക്കർ ഇക്കാര്യത്തിൽ മൂന്ന് സംശയങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത്, അത് ആദ്യം പുറത്തു വന്ന വിവരം, ബി.ജെ.പിയിലേക്ക് ചേരാനായിട്ട് ഇ.പി. ജയരാജൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ ഒരു ആരോപണം എന്ന രീതിയിൽ, അത് ശോഭാ സുരേന്ദ്രൻ പേര് പറഞ്ഞില്ല എങ്കിലും അടുത്ത ദിവസം കെ സുധാകരൻ പേര് പറയുന്നു, പിന്നെ ശോഭാ സുരേന്ദ്രൻ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ പിന്നീട് വന്ന കാര്യമാണല്ലോ കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. CPM ബി.ജെ.പി ബാന്ധവത്തിന് വേണ്ടിയാണ്, ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ജയരാജൻ ജാവദേക്കറെ കണ്ടത് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു, ജയരാജന്റെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അതിലുള്ള ഒരു ഡീലിന് വേണ്ടിയാണ് ജാവദേക്കറുമായി ചർച്ച നടത്തിയത് എന്നുള്ള കാര്യവും. എന്തായാലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്, ബി.ജെ.പി CPM ഡീൽ എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ജയരാജനെതിരെ നടപടി ഉണ്ടാവുകയില്ല എന്ന് വേണം കൂടി കരുതാമല്ലോ. ശ്രീ മഞ്ജുഷ്, ആദ്യമേ തന്നെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഡീലാണ് ഇവിടെ നടന്നിരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഡീലുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എങ്കിൽ, അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ, അത് പറയേണ്ടി വന്നിരുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഡീൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ആധികാരികമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോംഡ് ഗസ് ഒക്കെ പറയണമെങ്കിൽ പോലും വോട്ട് എണ്ണിത്തീരുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതിനിയും ഏതാണ്ടൊരു 4-5 ആഴ്ച എടുക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ശ്രീ ജയരാജൻ ഇത് പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അതും ഇത് തന്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രതിരോധത്തിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വിവരമാണ് താൻ പറയാൻ പോകുന്നത് എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രീ ഇ.പി. ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്ന് രാവിലെ തന്നെ ചാടിക്കൊടുക്കുക. അവർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം യാതൊരു വിധത്തിലുള്ള ഡിഫൻസും കൂടാതെ അദ്ദേഹം അതിനെ അഡ്മിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അങ്ങേയറ്റം ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. കാരണം താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ പ്രതിഫലനം എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ ഉണ്ടാവുക എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. കാരണം രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ തന്നെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അങ്ങനെ ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്, ചുരുങ്ങിയത് പാർട്ടി കേഡറുകളുടെ ആത്മവിശ്വാസത്തെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകേണ്ടുന്ന നേതാവാണ് ശ്രീ ഇ.പി. ജയരാജൻ. ഇവിടെ 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഈ ആരോപണത്തിന്റെ ഭാഗമായിട്ട് എന്തായിരുന്നു ഇതിന്റെ ആക്ച്വൽ പർപ്പസ് എന്ന കാര്യത്തിൽ, ഈ പറയുന്നതിൽ നന്ദകുമാർ പറയുന്ന കാര്യത്തിലാണെങ്കിലും, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യത്തിലാണെങ്കിലും, ഇനി ശ്രീ ജയരാജൻ തന്നെ പറയുന്ന കാര്യത്തിലാണെങ്കിലും അന്തരമുണ്ടെങ്കിലും ഇവർ ഈ പറഞ്ഞിരിക്കുന്ന സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത് അവിടെ നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് തന്റെ മകന്റെ ഒരു ഫ്ളാറ്റിൽ അവിടെ ക്ഷണിതാവായിട്ട് ശ്രീ പ്രകാശ് ജാവദേക്കർ വരാനുള്ള സാഹചര്യം ഉണ്ടായത്, എന്തിനാണ് ഇദ്ദേഹം അവിടെ പോകുന്നത്, കാണുന്നത്, കൂടിക്കാഴ്ച നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള ഒരു വിശദീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിശദീകരണം ഒന്നും തന്നെ യുക്തിസഹമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടി ശ്രീജിത്ത് പണിക്കർ, ഇക്കാര്യത്തിൽ ജയരാജന് വേണമെങ്കിൽ ക്രെഡിറ്റ് നേടാമായിരുന്നുവല്ലോ. കാരണം അദ്ദേഹത്തിന് ഇത് തള്ളിപ്പറയുവാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നെ കാണുവാൻ വേണ്ടി ബി.ജെ.പിയുടെ ഒരു സമുന്നത നേതാവ് വന്നു, ഇവിടെ കേരളത്തിൽ പാർട്ടിയെ വളർത്തുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ആളാണ് വന്നത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഈ ആരോപണം വന്നതിൻ്റെ പിറ്റേ ദിവസം സുധാകരൻ പറഞ്ഞ ആ ദിവസമെങ്കിലും അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് എടുക്കാമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് ജയരാജൻ ഈ വിഷയത്തിൽ ഒരു ഡീൽ ഉറപ്പിക്കാൻ തന്നെയാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്ന കാര്യം വ്യക്തമാക്കുന്നതാണല്ലോ. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇറക്കി വിട്ടുവെന്നോ ഓടിച്ചുവെന്നോ അങ്ങനെയൊക്കെ പറയാവുന്ന കാര്യമാണ്. ജയരാജന് മുൻപും പറഞ്ഞിട്ടുള്ളയാളാണ് ജയരാജൻ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ. അപ്പോൾ ജയരാജൻ അവിടെ മറയ്ക്കുകയാണ് ചെയ്തത്. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരക്ഷരം അദ്ദേഹം മിണ്ടിയില്ല. മറിച്ച് കെ സുധാകരന് അൾഷിമേഴ്സ് ഉണ്ടെന്നും മരുന്ന് കഴിക്കുന്നത് മാറിപ്പോകുന്നു, മരുന്ന് കൃത്യമായിട്ട് കഴിക്കണമെന്നുള്ള ഉപദേശമാണ് നൽകിയത്. അവിടെ തന്നെ ജയരാജൻ സംശയദൃഷ്ടിയിലാവുകയല്ലേ? ഈ ഡീൽ അദ്ദേഹം മറച്ചു വെച്ചു. തീർച്ചയായും അത് ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഇടപാടിൽ അദ്ദേഹത്തിന്റെ താല്പര്യം, ഏത് ഇടപാടാണെങ്കിലും ആ ഇടപാടിൽ, ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ താല്പര്യം എന്നതിനെ തള്ളിപ്പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമോ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ തെളിവോ ഉണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം. അതായത് അദ്ദേഹം അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്ന രീതിയിലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എന്ന് പറയുന്ന രീതിയിലോ ഒന്നും തന്നെ പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയാത്ത, തനിക്ക് ക്രെഡിബിലിറ്റി കിട്ടാത്ത രീതിയിലുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് താൻ അഭിപ്രായം പറയുന്നത് എന്നതും, ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാർ പറയുന്ന കാര്യത്തിനാണ് കൂടുതൽ ക്രെഡിബിലിറ്റി എന്നതിനെ സ്ഥാപിക്കാൻ ഉതകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരുപക്ഷെ നാളെ വരാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് ശ്രീ ജയരാജൻ കരുതുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് പരമപ്രധാനമാണ്. ശ്രീ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിക്ക് എത്രത്തോളം അനഭിമതനായി മാറിയിട്ടുണ്ടായിരുന്നു എന്നത് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുള്ള പല സംഭവങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് അറിയാവുന്ന കാര്യമാണ്.
അപ്പൊ അങ്ങനെ വളരെ ഒരു ലോ പ്രൊഫൈലായിട്ട് LDFന്റെ കൺവീനർ ആണെങ്കിൽ പോലും ഒരു ലോ പ്രൊഫൈലായിട്ട് പാർട്ടിയിൽ മാറുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തന്നെ കുറച്ച് നിരാശയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കുറച്ച് ഈ പാർട്ടി സംവിധാനത്തിനോട് അവമതിപ്പോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നതും ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ പ്രസ്താവനയാണ്. അതായത് അദ്ദേഹം തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ആവർത്തിച്ചതുപോലെ, ഇവരെ കണ്ടതിലല്ല പ്രശ്നം, അദ്ദേഹവും പലതവണ കാണാറുണ്ട്, ഏതാണ്ട് അവസാനം കാണുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ശ്രമിക്കുകയാണല്ലേ, നമുക്ക് നോക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന രീതിയിലാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഏത് സമയത്താണ് അദ്ദേഹം ശ്രീ പ്രകാശ് ജാവ്ദേക്കറെ അവസാനമായിട്ട് കണ്ടത്? നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം നേടുന്നതിന് വേണ്ടിയിട്ടോ ഒരു സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ശ്രമമാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിൽ ഏത് സമയത്താണ് അദ്ദേഹം ശ്രീ ജാവ്ദേക്കറിനെ കണ്ടത് എന്നും ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം അവിടെ ഉണ്ടായത് എന്നതും പ്രധാനമാണ്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ശ്രീ നന്ദകുമാറിന്റെ മറ്റൊരു ആരോപണം വന്നിരുന്ന സമയത്ത് അതിനെ CPM ഏറ്റെടുത്തത് നമ്മൾ കണ്ടതാണ്. കാരണം ശ്രീ അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പണം കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നും ആ സമയത്ത് ഇതേ നന്ദകുമാർ തന്നെ ജാവ്ദേക്കറുമൊപ്പം ഇതേപോലെ വാഹനത്തിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞിരുന്ന കാര്യമെല്ലാം പറയുന്ന സമയത്ത് ആ സമയത്ത് ഇതെല്ലാം തന്നെ ഒരു ഷെയ്ഡിയായിട്ടുള്ള ഡീൽ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് CPMന്റെ പല ആൾക്കാരും ഉപയോഗിച്ചതാണ്. അപ്പൊ CPMുമായിട്ട് രഹസ്യ ബാന്ധവം ഏതെങ്കിലും രീതിയിൽ BJPയുമായിട്ട് രഹസ്യ ബാന്ധവം CPMന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഏതെങ്കിലും നിലകളിൽ നടത്തിയിട്ടുണ്ടോ, അതിനാരെങ്കിലും ചുമതലപ്പെട്ടിട്ടുണ്ടോ, അതോ ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വന്തം താല്പര്യപ്രകാരമാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ഇന്ന് ശ്രീ ജയരാജന്റെ പരസ്യമായിട്ടുള്ള പ്രസ്താവന പാർട്ടിയെ വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പാർട്ടിക്ക് പുറത്തു വരണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വിശദീകരണങ്ങളോ ഈ നടപടികളോ പോരാ. ഒന്നുകിൽ ശ്രീ ജയരാജൻ അതേ സ്ഥാനത്ത് തന്നെ തുടരുകയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം സംശയത്തിന്റെ നിഴലിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതിനെപ്പറ്റി അദ്ദേഹം വിശദീകരിച്ചില്ല എങ്കിലും പാർട്ടി വിശദീകരിക്കാനുള്ള ധാർമ്മികത പാർട്ടിക്കുണ്ട്, പ്രവർത്തകരോട് വിശദീകരിക്കേണ്ടതാണ്. ഇനി അതല്ല, ഈ പാപി ശിവനോടൊപ്പം ചേരുന്ന സമയത്ത് ശിവനും പാപിയാകും എന്നുള്ളതാണ് CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും പോളിറ്റ് ബ്യൂറോയുടെയും നിലപാട് എങ്കിൽ പിന്നീട് ആ പാപിയോ ശിവനോ അതേ സ്ഥാനത്ത് തുടരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി കൂടി മനസ്സിലാക്കാൻ CPMന്റെ നേതൃത്വത്തിന് എന്തായാലും അതിന് കഴിവുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് CPMന്റെ രാഷ്ട്രീയത്തിനെ സംസ്ഥാന തലത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അത് ബാധിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കാൽക്കുലേഷനും അവരുടെ ഭാഗത്തുണ്ടാകണം. അപ്പൊ എങ്ങനെയാണ് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM പോകുന്നത് എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ ശ്രീ അഡ്വക്കേറ്റ്